അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തിരക്കാണ്, ഒന്നിനും സമയമില്ല. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോണവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറായിട്ടത്. സാധാരണയായിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നാളികേരമൊക്കെ വറുത്തരച്ചിട്ട് ചേർക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരമൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യണം കേട്ടോ. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കുക്കറിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കഴുകിയെടുത്തിട്ടുള്ള പരിപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. മത്തൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ സവാളയും 2-3 പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ വെക്കാനായിട്ടുള്ളൊരു കിറ്റ് കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചതാട്ടത്. അപ്പോൾ ഇത്രത്തോളം വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ ക്യാരറ്റ് ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2-3 പച്ചക്കായ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ചരങ്ങ, അത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പയർ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു പീസ് പടവലങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സാമ്പാർ കൂട്ടിൽ, അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തുമണീസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ അങ്ങനെ നീട്ടി വലിച്ച് ഓരോ വെജിറ്റബിൾസിൻ്റെ പേരും പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ചിലർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഞാൻ എന്തൊക്കെ വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ 2 തക്കാളി കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ കുക്കർ നിറഞ്ഞിട്ടുണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. അത് തിളച്ച് കഴിയുമ്പോൾ അത് ചുരുങ്ങിക്കോളും. 2 ചെറിയ ചേമ്പുണ്ടായിരുന്നു കേട്ടോ നമ്മളെ സാമ്പാർ കൂട്ടിൽ, അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുരിങ്ങക്കായും വെണ്ടയ്ക്ക കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ, ഇത് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കൂല, വെന്തുടഞ്ഞ് പോകും. അതുകൊണ്ട് 2 വിസിൽ വന്നിട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയുള്ളൂ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കടുകൊക്കെ വറുത്തിടുന്ന സമയത്താണ് ബാക്കി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. എനിക്കിത് സാമ്പാർ പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിന് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് പുളിങ്ങ പിഴിഞ്ഞൊഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ടോ ഞാനിവിടെ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്നുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കുടംപുളി ഇട്ട് കൊടുക്കുമ്പോഴാട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കുക്കർ നിറഞ്ഞിട്ടുണ്ട് അല്ലേ, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് അടച്ചു വെക്കാൻ പറ്റിയാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചുരുങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കുടംപുളി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ സാമ്പാർ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പാറാണല്ലോ, നമുക്ക് സമയമില്ലല്ലോ പുളിങ്ങൊന്നും പിഴിഞ്ഞൊഴിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പം കുടംപുളി നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. കുടംപുളി നല്ലതുപോലെ കഴുകിയിട്ടാട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ കുക്കർ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കുക്കർ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആവി ഒന്ന് പോട്ടെ. ആവി പോയിട്ടാട്ടോ നമ്മൾ ഇതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഇതിലുള്ള ആവി മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കറിലുള്ള പച്ചക്കറിയൊക്കെ ചുരുങ്ങി പോയിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഗ്യാസൊക്കെ ഓണാക്കി തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കർ വിസിൽ വരാനാവുന്ന സമയത്ത് ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ വിസിൽ അടിക്കോളം കാത്തിരിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പം നമ്മളെ മുരിങ്ങക്കായ വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്തുടഞ്ഞ് പോവും. ഇപ്പോൾ നമ്മൾ കുക്കർ ഏകദേശം വിസിൽ വരാനായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കുന്നത്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമ്മളെ സാമ്പാർ കടുക് വറുത്തിടാൻ പോവാണ്. അപ്പോൾ നമ്മളെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കടുക് ഏകദേശം പൊട്ടിത്തീരാനായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കടുക് വറുക്കുന്ന സമയത്ത് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ
സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ സാമ്പാർ പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സാമ്പാറിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മണം കേട്ടിട്ട് ചോറ് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മണം മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റിലൊരു സാമ്പാറാട്ടത്. ഇതിലുള്ള കുടംപുളിയൊക്കെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. കുടംപുളി ഇതിൽ തന്നെ കിടക്കുകയാണെങ്കിൽ സാമ്പാർ ഒന്നുകൂടെ പുളി കൂടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് മാറ്റണത്. കുടംപുളി 4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 4 ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലോണം കുറുകിയിട്ടാട്ടെ ഈ സാമ്പാറുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ മുത്തുമണി നല്ല കിടിലൻ ടേസ്റ്റുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെ സാമ്പാർ നല്ല ടേസ്റ്റുള്ള സാമ്പാറാട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു സാമ്പാറാണിത്. അപ്പോൾ മുത്തുമണി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാട്ടത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.